ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷെറീസ് വ്ളോഗ്. ഇന്ന് മുറ്റത്താണ് കേട്ടോ പണി. മുറ്റത്ത് അടിച്ചു വാരലും ചെടി നനയ്ക്കലും ഒക്കെയാണ് രാവിലെ തന്നെ. രാവിലെ നല്ല വെയിലായിട്ടാണ് മുറ്റത്തേക്ക് ഇറങ്ങിയത് തന്നെ. നേരെ വൈകി മുറ്റത്തേക്ക് ഇറങ്ങാൻ. നമ്മൾ അടുപ്പത്തെ പണിയൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴത്തേന് മുറ്റത്ത് നല്ല വെയിൽ വരും. അപ്പോൾ വേഗം അടിച്ചു വാരുകയാണ് കേട്ടോ. അടിച്ചു വാരി കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം ചെടി നനച്ചതുമില്ല. ഇന്നലെ ഡോക്ടറെ അടുത്തൊക്കെ പോവാണ്ടിന്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേന് രാത്രിയായി. അപ്പോൾ ചെടിയൊന്നും നനച്ചിട്ടുമില്ല. അപ്പോൾ മുറ്റടിച്ചാൽ കഴിഞ്ഞിട്ട് വേണം ചെടി നനയ്ക്കാൻ. വെയിലാണെങ്കിലും ഞാൻ നനക്കും കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് നനച്ചിട്ടില്ലെങ്കിൽ എനിക്ക് പിന്നെ സമാധാനം ഉണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ അടിച്ചു വാരി കൂട്ടിയതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ചെടിച്ചട്ടിയിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചെടിക്ക് നല്ലതാണ്. ഇതൊക്കെ വലിയ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ആ പൊടികളൊക്കെ ചെടിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ബാക്കിയും കൂടിയൊക്കെ ഞാൻ വേഗം അടിച്ചു വാരുകയാണ് കേട്ടോ. വെയിലായതുകൊണ്ട് വേഗം ചെയ്തു പോവുകയാണ്. ഒരു ദിവസം പോലും നനക്കാതെക്കാനും എന്നെക്കൊണ്ട് കഴിയൂല. എനിക്കെന്നും നനക്കണം. എനിക്ക് ആ പച്ചപ്പ് എപ്പോഴും കാണണം. അതിന് വേണ്ടിയിട്ട് വാടി നിൽക്കണ കണ്ടാൽ പിന്നെ ഭയങ്കര ടെൻഷനാണ്. എന്താ വെച്ചാൽ വേറെ ഒന്നും ചെയ്തിട്ടില്ലേ, ഞാൻ എത്ര വെയിലാണെങ്കിലും ഞാൻ വന്നിട്ട് ചെടികൾക്ക് വെള്ളം ഒഴിക്കും. മുറ്റത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു മനസ്സമാധാനമാണല്ലോ ഈ ചെടികളും പൂക്കളും ഒക്കെ കാണുമ്പോൾ. അപ്പോൾ അവരെ നമ്മൾ അങ്ങനെ കെയർ ചെയ്തെങ്കിലേ അവർ കാണാൻ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ പണി എത്ര വെയിലായാലും ഞാനത് ചെയ്യുന്നത്. രാത്രി കുറച്ചൊക്കെ നേരം ഉണ്ടെങ്കിൽ ഞാൻ രാത്രി തന്നെ നനക്കും, ലൈറ്റൊക്കെ ഇട്ടിട്ട്. അപ്പം ഇന്നലെ അപ്പം അതിനും പറ്റിയില്ല. അപ്പം നനക്കാൻ വേണ്ടി പോവുകയാണ്. പൈപ്പിൽ വെള്ളമൊക്കെ തുറന്നങ്ങാണ്ട് നനക്കുകയാണ്. വെയിലത്ത് നനച്ചിട്ട് കാര്യമൊന്നുമില്ല, എന്നാലും പറ്റ പാടുണ്ടല്ലോ എഴുതിയിട്ടാണ് ഈ നനക്കണത്. ആയിട്ട് ചെടികൾക്കൊന്നും വല്ലാതെ പൂക്കളൊന്നും ഇല്ല കേട്ടോ. പൂക്കളൊക്കെ അടേനിയൊക്കെ നിൽക്കണ കണ്ടില്ലേ, കോലായിട്ട്. ഇനി അതൊക്കെ വെട്ടി കൊടുക്കണം. മഴ ആയതുകൊണ്ടാണ്. ഇനി മഴ പോയാൽ എല്ലാ ചെടിമേലും നിറച്ച് പൂവാവും. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. നല്ലൊരു സന്തോഷവും ഒക്കെ വരും. വൈകുന്നേരമാണ് കേട്ടോ ഞാൻ മുറ്റടിക്കാനും ചെടി നനക്കാനും ഒക്കെ ഇറങ്ങൽ. വൈകുന്നേരം ആകുമ്പോൾ വെയിലൊന്നും ഉണ്ടാവില്ലല്ലോ. 4 മണി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അകത്തിരുന്നൂടാ. 4 മണി കഴിഞ്ഞാൽ പിന്നെ ഞാനിത് പുല്ലിൽ കള പറിക്കാനും ചെടിയൊക്കെ നന്നാക്കാനും മുറ്റടിക്കാനൊക്കെ ആയിട്ട് പുറത്താവും. മഗ്‌രിബ് കൊടുക്കണ വരെ പുറത്താവും ഞാൻ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. കുറച്ച് ചെടികളെ ഉള്ളൂ എങ്കിലും അതിങ്ങനെ നമുക്ക് പരിപാലിച്ച് കൊണ്ട് നടക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഒരു മനസ്സമാധാനമാണല്ലോ. ഇഷ്ടംപോലെ കളകളുണ്ടാവും ഈ പുല്ലിൽ. അപ്പോൾ അതൊക്കെ പറിച്ചിട്ടും ചെടിച്ചട്ടിയിലൊക്കെ നിറഞ്ഞിക്കണേ. മഴ ആയതുകൊണ്ട് ഇറങ്ങിയിട്ടൊന്നുമില്ല. ഇനിയൊക്കെ ഇറങ്ങിയൊക്കെ ഒന്ന് വൃത്തിയാക്കണമൊക്കെ. ഇത് ഡാൻസിങ് ഗേളാണ് കേട്ടോ. ഓർക്കിഡ് വർഗത്തിൽ പെട്ടതാണ്. അപ്പോൾ അത് ഞാൻ കവുങ്ങുമ്മേൽ പിടിപ്പിച്ചതായിരുന്നു. അപ്പം അതിന് പൂവൊക്കെ ഇട്ടിക്കണ്. ഇത് ശംഖുപുഷ്പമാണല്ലോ, അതിൻ്റെ പൂവാണ്. ഈ പൂവ് 2 3 ഒക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ഷുഗർ കുറയും. എന്തൊക്കെയോ രോഗങ്ങൾക്കുള്ള പ്രതിവിധിയാണ് ഈ പൂവ്. എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ എടുത്തിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കുക. എപ്പോഴൊക്കെ ഞാൻ മറന്നു പോകും. എപ്പോഴൊന്നും ചെയ്യൂല, എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യും. എന്താ വെയിലില്ലേ, നല്ല വെയിലായി. വെയിലായാൽ നല്ല വെയിലും, മഴയാണെങ്കിൽ നല്ല മഴയില്ലേ. ഇത് അടേനിയാണ് കേട്ടോ. അടേനിയൊക്കെ ഇങ്ങോട്ട് കേടന്ന് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിക്കണം. പുല്ലൊക്കെ അതിലേക്ക് വളർന്ന്. അപ്പോൾ വളം വാങ്ങി കൊണ്ടുവന്നിട്ട് റിപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ ഞാൻ ആദ്യം വേറൊരു ചെടിയാണ് കേട്ടോ കുഴിച്ചിട്ടിരുന്നത്, ഈ തിണ്ടുമ്മക്കൂടെ. അപ്പോൾ ആ ചെടി വേണ്ട എഴുതിയിട്ട് അതൊക്കെ പറിച്ച് കഴിഞ്ഞ് അവിടെയൊക്കെ ചട്ടി വെച്ചിരുന്നു ഞാൻ. ചട്ടി വെച്ചിട്ടൊരു ഭംഗിയില്ല കാണാൻ. പിന്നെ ചട്ടി ഒഴിവാക്കി മിനിയേച്ചറിൻ്റെ സ്പൈഡർ പ്ലാന്റിൻ്റെ മിനിയേച്ചർ വെച്ച് പിടിപ്പിച്ചാണ്. ഇനി ഫുള്ളുണ്ടാകുമ്പോൾ രസമുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ പണിയാവും. ഒന്ന് അങ്ങോട്ട് വെക്കുക, ഇങ്ങോട്ട് വെക്കുക, അവിടെ കുറച്ച് കുഴിച്ചിടുക, പിന്നെ അത് ഒഴിവാക്കി വേറെ കുഴിച്ചിടുക. ഇതൊക്കെ തന്നെയാണുള്ള പണികൾ. കുറച്ച് ദിവസം ഈ ഭാഗത്താണ്, പിന്നെ മറ്റേ ഭാഗത്തൊക്കെ എടുത്ത് വെക്കും. ഇത് തെച്ചിയാണ് കേട്ടോ. തെച്ചി നിറച്ച് പൂവുണ്ടായിക്കണേ. നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ ഗ്രാസായിരുന്നു ഞാൻ അപ്പുറത്തും വെച്ചിരുന്നത്.
അപ്പോൾ ഈ ചെടി അപ്പോൾ അത് ഞാൻ അവിടുന്ന് പറിച്ചിട്ട് പിന്നെ മറ്റേത് വെച്ച് നോക്കിയതാണ്. കണ്ടോ, കേച്ച് ക്ലോമിലൊക്കെ പൂവുണ്ടായാലും തുടങ്ങി. സുന്ദരില്ലേ. ഇപ്പം മഴ പോയപ്പോഴാണ് ഈ പൂവൊക്കെ ഉണ്ടായാൽ തുടങ്ങിയത്. ഇനി നിറച്ച് പൂവുണ്ടാകും. പിന്നെ ഞാൻ ഈ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന മാതിരി ഈ ചെടി ഞാനിവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ച്. ഇതൊക്കെയാണ് എൻ്റെ ചെടികൾ. ഈ സൈഡിൽ കൂടെ ഞാൻ ആന്തോറിയം കുഴിച്ചിട്ടാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നിലത്ത് കുഴിച്ചിട്ടാണ്. എന്താ വെച്ചാൽ ചട്ടിയിലൊക്കെ വെച്ചിട്ട് വെയിലും പറ്റൂല, എന്നാൽ നല്ല തണലും പറ്റൂല. അതിൻ്റെ മീഡിയം ഇതിലിങ്ങനെ നിൽക്കണം. ചട്ടിയിലൊന്നും വെച്ചിട്ട് തിണ്ടുമ്മൽ വെച്ചിട്ടൊന്നും പൂക്കളില്ല. അപ്പോൾ ഞാൻ ഇവിടെ കുഴിച്ചിട്ട് തീരുന്നത് മുരിങ്ങയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ നിന്നോട്ടെ, എന്നാൽ ഫുള്ള് ഇവിടുന്ന് എടുക്കാമല്ലോ, തൊടുക്കൊന്നും ഇറങ്ങി പോകണ്ടല്ലോ എന്ന് കരുതി. ഇതൊരു വേറൊരു ഓർക്കിഡാണ് കേട്ടോ. ഇതിന്മേലെപ്പോഴും പൂവുണ്ടാവും. കല്യാണിയൊക്കെ പൂവിട്ട് നിൽക്കുകയാണ്. ഇത് 2-3-4 കളറുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ അമർത്തണേ, ലൈക്കും ചെയ്യണം കേട്ടോ. ഇതാ ഞാൻ ശംഖുപുഷ്പത്തിൻ്റെ ചായ ഉണ്ടാക്കിട്ടോ. എല്ലാവരും വീട്ടിലും ഇതിൻ്റെ തൈ ഓരോന്ന് കുഴിച്ചിടുണ്ടി. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് നല്ലതാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു.